നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഓരോ നാട്ടിലെത്തിയാലും അതാത് പ്രദേശത്തെ ഭാഷ സംസാരിച്ചുകൊണ്ട് അവരോട് കൂടുതൽ ആ നാട്ടുകാരോട് കൂടുതൽ ആത്മബന്ധം എങ്ങനെ സ്ഥാപിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതും. അതുപ്രകാരം നമ്മൾ ഒരു സെൻറ്റൻസ് ഇന്നലെ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ അത് നമ്മൾ നോക്കി ഇന്നലെ. വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേരെന്താണ് എന്നത് വിവിധ ഭാഷകളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നത് നമ്മൾ നോക്കി ഇന്നലെ. അപ്പോൾ ഇന്ന് അതൊരു ചോദ്യമാണല്ലോ, വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്, എങ്ങനെയാണ് പറയുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. ആ ഒരു സെൻറ്റൻസ് ആണ് ഇന്ന് പഠിക്കുക. വാട്ട് ഈസ് യുവർ നെയിം എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടത് മൈ നെയിം ഈസ്, ഇപ്പോൾ ഞാനാണെങ്കിൽ മൈ നെയിം ഈസ് മധുസൂദനൻ, അല്ലെങ്കിൽ മൈ നെയിം ഈസ് മധു, അല്ലെങ്കിൽ സോ ആൻഡ് സോ, മൈ നെയിം ഈസ് കൃഷ്ണൻ, മൈ നെയിം ഈസ് രാമൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുക. അത് നമ്മൾ തമിഴിൽ എങ്ങനെയാണ് പറയാമെന്ന് നോക്കാം. തമിഴിൽ എൻ പേര് മധു, അല്ലെ എന്നുടേ പേര് മധു, അങ്ങനെ പറയാം. നമ്മൾ എന്നുടേ അങ്ങനെയും പറയാം. എൻ പേര്, പേർ തമിഴിൽ പൊതുവെ പേർ എന്നാ പറയാം. എൻ പേർ മധു, എൻ പേർ മധു അങ്ങനെ പറയാം. എൻ പേർ രാമൻ, എൻ പേർ കൃഷ്ണൻ അങ്ങനെ പറയാം. തമിഴ് സിമ്പിളാണ്. നമ്മൾ മലയാളമായിട്ട് ഏതാണ്ട് നല്ല സാമ്യമുള്ള ഒരു ഭാഷയാണ് തമിഴ്. അത് പൊതുവിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കന്നഡയിൽ നമ്മൾ എങ്ങനെയാണ് പറയാൻ നമുക്ക് നോക്കാം. കന്നഡയിൽ നന്ന ഹെസറു മധു, അല്ലെ നന്ന ഹെസറു രാമൻ, നന്ന ഹെസറു കൃഷ്ണൻ, അങ്ങനെയാണ് പറയുക കന്നഡയിൽ. വാട്ട് ഈസ് യുവർ നെയിം എന്ന് തെലുങ്കിൽ ചോദിക്കുക, നീ പേരു എം ടി. തെലുങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നത് നീ പേരു എം ടി, നീ പേരു എം ടി എന്നല്ലേ ചോദിക്കുക. അപ്പോൾ അതിന് ഉത്തരം പറയുന്നത് നാ പേരു മധു, നാ പേരു മധു, നാ പേരു രാമ, നാ പേരു കൃഷ്ണ, അങ്ങനെയൊക്കെയാണ് പറയാം. നാ പേരു അങ്ങനെയാണ് പറയാം. അപ്പോൾ അങ്ങനെയാണ് തെലുങ്കിൽ അത് ഉപയോഗിക്കേണ്ടത്. ഇത് തന്നെ മറാഠിയിൽ നമ്മൾ ഉത്തരം പറയുന്നത് മജെ നാവ് ആഹി, മജെ നാവ് ആഹി എന്നാ പറയാ, മജെ നാവ് ആഹി. കൊങ്കിണിയിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് നോക്കാം. കൊങ്കിണിയിൽ നമ്മൾ ഈ ഉത്തരം പറയുന്നത് മോജനോവ്, മോജനോവ് മധു, മോജനോവ് മധു, മോജനോവ് രാമ, മോജനോവ് കൃഷ്ണ, മോജനോവ്, അങ്ങനെയാണ് കൊങ്കിണിയിൽ നമ്മൾ ഇതിന് ഉത്തരം പറയുക. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് കുറേ സംസ്ഥാനങ്ങളിൽ, കുറേ പ്രദേശങ്ങളിൽ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അപ്പോൾ വീണ്ടും ഒരു സെൻറ്റൻസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.